മാള ഹോളി ഗ്രേസ് കോളേജിൽ സംഘർഷം. ഡി സോൺ കലോത്സവത്തിനിടെയാണ് സംഘർഷം. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. മത്സരഫലം ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന്റെ തുടക്കം. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ തുടങ്ങിയ സംഘട്ടനം വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുകയായിരുന്നു. ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ കെ വിജയനോട് വിശദാംശങ്ങളുമായി. ലെവിൻ, ഈ ദൃശ്യങ്ങളിൽ നിന്ന് അല്പം ഗുരുതരമാണ് സാഹചര്യം എന്ന് മനസ്സിലാവുന്നത്. എപ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടായത്? എന്തായിരുന്നു കാരണം? അതിന് ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് മാള ഹോളി ഗ്രേസ് കോളേജിൽ ഇത്തരത്തിലൊരു വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥി നേതാക്കളും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുന്നത്. കോളേജിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്നുവരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി സോൺ കലോത്സവത്തിനിടെ KSU അനുഭാവികളായ വിദ്യാർത്ഥികൾ മത്സരഫലത്തെ ചോദ്യം ചെയ്തതും സംഘാടകരുമായി വാക്കുതർക്കമുണ്ടായതുമാണ് ഈ സംഭവങ്ങൾക്ക് കാരണമായത്. ഈ സംഘാടകരുമായിട്ടുള്ള വാക്കുതർക്കം SFI നേതാക്കളടക്കമുള്ള ഭാരവാഹികളടക്കമുള്ള ആളുകളാണ് സംഘാടക സമിതിയിലെ പ്രധാനപ്പെട്ട ആളുകളായി ചുമതല വഹിച്ചിരുന്നത്. ഇവരുമായി ഈ മത്സരഫലത്തെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കം അത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയും പിന്നീട് ഇരുവിഭാഗങ്ങളായി ചേരിതിരിഞ്ഞ് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടുകയുമായിരുന്നു. SFI ഒരു വശത്തും KSUവും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും മറുവശത്തും UDSF എന്നുള്ള നിലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഈ കോളേജിൽ തുടങ്ങിയ സംഘർഷം പിന്നീട് അത് പുറത്തേക്ക് വ്യാപിക്കുകയുമായിരുന്നു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അടക്കമുള്ള ആളുകൾ സംഘടിച്ചെത്തുകയും പിന്നീട് മറുവശത്ത് SFI ഭാരവാഹികളും നേതാക്കളും അടക്കമുള്ള ആളുകൾ സംഘടിച്ച് ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടലിലാണ്. ഇതിനിടെ ആയുധങ്ങളും കമ്പിവടികളും ഇഷ്ടികകളും മറ്റും ഉപയോഗിച്ച് ആക്രമണം നടന്നു. ഈ പ്രദേശത്ത് നിന്നും ആദ്യഘട്ടത്തിൽ പോലീസ് ഇടപെട്ട് 2 വിദ്യാർത്ഥി സംഘടനാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ വിദ്യാർത്ഥികൾ വഴങ്ങിയില്ല. ഇതിന് പിന്നാലെ മാള ഇരിങ്ങാലക്കുട DYSPയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ ലാത്തി പ്രയോഗമടക്കം നടത്തിയാണ് ഈ സംഘർഷാവസ്ഥയ്ക്ക് താൽക്കാലികമായി ഇളവുണ്ടാക്കിയത്. ഈ കോളേജ് പരിസരത്ത് നിന്നും ഈ ക്യാമ്പസിന്റെ ഏരിയയിൽ നിന്നും മാറിയ വിദ്യാർത്ഥികൾ പിന്നീട് റോഡിലേക്ക് ഇറങ്ങിയ KSU നേതാവിനെ അടക്കമുള്ള ആളുകളെ പിന്തുടർന്ന് എത്തുകയും ഈ മാളയിൽ തന്നെയുള്ള ഒരു പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളുമായി പോയ KSU നേതാവ് ഉൾപ്പെടുന്ന ആംബുലൻസിനെ തടഞ്ഞു നിർത്തി വിദ്യാർത്ഥികൾ പിന്നീട് അല്ലെങ്കിൽ SFI പ്രവർത്തകർ പിന്നീട് ഇവർക്ക് നേരെ ആക്രമണം നടത്തുകയുമായിരുന്നു എന്നുള്ളതാണ് പരാതിയുമായി ഉയർന്നിട്ടുള്ളത്. ആംബുലൻസിനുള്ളിൽ വെച്ച് ഗോകുൽ ഗുരുവായൂർ അടക്കമുള്ള ആളുകളെ കമ്പിവടി ഉപയോഗിച്ച് മർദ്ദിച്ചുവെന്നും കുത്തി പരിക്കേൽപ്പിച്ചുവെന്നുള്ള പരാതിയുണ്ട്. ഈ സംഭവത്തിന് ശേഷം കൊടകര പോലീസ് സ്റ്റേഷനിലേക്ക് ആംബുലൻസ് സഹിതം എത്തിയാണ് KSU പ്രവർത്തകർ അഭയം തേടിയത്. പിന്നീട് കൊടകര പോലീസ് കൂടി ഇടപെട്ടതോടെയാണ് CPM, DYFI, SFI പ്രവർത്തകർ ഈ മേഖലയിൽ നിന്നും പിരിഞ്ഞു പോയത്. സംഘർഷത്തിൽ പരിക്കേറ്റ 2 വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളും വിവിധ ആശുപത്രികളിൽ മാളയിലും ഇരിങ്ങാലക്കുടയിലും ചാലക്കുടി മേഖലയിലുമുള്ള വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. സംഭവത്തിൽ ഇരുവിഭാഗത്തിന്റെയും പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ടാലറിയാവുന്നതും പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ളവരുമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും പോലീസ് കേസെടുത്തതായാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും വിദ്യാർത്ഥി കലോത്സവത്തിനിടയിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥി നേതാക്കളും ചേരിതിരിഞ്ഞ് ഇന്നലെ രാത്രി മാള ഹോളി ഗ്രേസ് കോളേജിൽ ആക്രമണവും സംഘർഷവും ഉണ്ടായത്. ആതിര. ശരി, മാള ഹോളി ഗ്രേസ് കോളേജിലാണ് ഇത്തരത്തിൽ വലിയൊരു സംഘർഷമുണ്ടായത്. വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലാണ് ഈ മത്സരഫലം ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട സംഘട്ടനത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ലെവിൻ കെ വിജയൻ.